സന്തോഷ് ജി എപ്പോ വന്നാലും പറയുന്നതാ ഇത് ന്യൂസ് ഇടുന്നതിനാ, ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ. സന്തോഷ് ജി എങ്ങനെ പോപ്പുലർ ആയേ? അതാണ് സന്തോഷ് പോപ്പുലർ ആയത് എങ്ങനെ? ഇഷ്ടംപോലെ ആളുകൾ സോഷ്യൽ മീഡിയയില് സന്തോഷ് ജിയുടെ കണ്ടന്റ് സന്തോഷ് ജി വെച്ച് കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ്. ഹലോ ഒരു മിനിറ്റ്, സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു, അതിന് സോങ് ഉണ്ട് സാർ, ഒരു കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു പൊട്ടൽ എടുത്ത് പറഞ്ഞില്ല. ഒരു മിനിറ്റ്, ഞാൻ അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയും അവരെ എന്നെ കുറിച്ചുള്ള ഒരു സൂചി കുത്തായിടാൻ കിട്ടിയാൽ അവിടെ കിണറ് കുടിക്കുന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഹലോ ഇദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ കുറച്ചു നേരം ഞങ്ങൾ ഇരുന്നവിടെ സംസാരിച്ചു. അപ്പൊ എനിക്ക് ബോധ്യമായത് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കഴിവുകളോ എന്താണോ അത്. പക്ഷെ ആ എന്താ പറയാ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന മെത്തേഡ് മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അവകാശത്തെയോ അവരുടെ അഭിമാനത്തെയോ ക്ഷതം വരുത്തുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അവഹേളിച്ചിട്ടില്ല. അതെ, ആ നിയന്ത്രണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്താ ആ നിയന്ത്രണമാണ് ആവശ്യപ്പെടുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച് പറഞ്ഞു, മഞ്ജു മൊത്തം ഫിലിംകാരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇവിടെ ഈ സിനിമ വിശകലനം ചെയ്യുന്ന യൂട്യൂബ് ചാനലുകാരെ വിളിച്ചിട്ട് നീ ആ സിനിമയ്ക്കെതിരെ വർക്ക് ചെയ്യണമെന്ന് പറയുന്ന നടന്മാരുള്ള സിനിമാക്കാരുള്ള ഇവിടെ ഇരുന്നുകൊണ്ട് സിനിമാക്കാരെ മൊത്തം മഞ്ജു ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയെ എന്ത് ന്യായീകരണത്തിൽ ഉപയോഗിച്ചെന്നാ പറയുന്നത്? ഞങ്ങള് ഫിലിം പ്രൊമോഷൻ ആണ് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. അല്ല, അവിടെ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾ എല്ലാവരും കുറ്റം പറയുന്ന ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനെ പ്രൊമോഷന് വേണ്ടി പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രൊഡ്യൂസറിന്റെ അല്ല ഇഷ്ടപ്പെടാത്ത ഒരു കോമ്പറ്റീറ്റർ സിനിമയെ താഴെ താത്തിക്കെട്ടാനും നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നു. ഇതിനകത്തുള്ള രണ്ട് വശങ്ങളുണ്ട്. ഇപ്പൊ ഒരേ സമയം തന്നെ 4, 5, 6 പടങ്ങൾ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളുണ്ട്. ചില പടങ്ങൾ കണ്ടന്റ് വൈസ് റിച്ച് ആയിരിക്കും, ഭയങ്കര നല്ല പടങ്ങളായിരിക്കും. പക്ഷേ തൊട്ടപ്പുറത്ത് തന്നെ വലിയ വലിയ സ്റ്റാർസിന്റെ പടങ്ങൾ ഉണ്ടാവും, അതിന് നല്ല പൈസ മുടക്കി അവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പുറത്തെ ഈ ചെറിയ പടത്തിന് പ്രൊമോട്ട് ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല. ചിലപ്പോ പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. മുന്നിൽ വന്നിരുന്ന് ചില പ്രൊഡ്യൂസേഴ്സ് സത്യം പറയാടോ ഒന്നുമില്ല, പൈസ പടം എങ്ങനെയെങ്കിലും തീർക്കണം, എങ്ങനെയും ഇതൊന്ന് ഒത്തിച്ചൊന്ന് കാണണം, അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം, ഇനി ഒരു പടം ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ അങ്ങനെ കാണുന്ന ആൾക്കാരെ അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും കാണുന്നുണ്ട്. ഈ രണ്ടാൾക്കാരെയും ഇങ്ങനെയുള്ളവരെ ഒരുപോലെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.